വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ആരൊക്കെ കഴിക്കണം, അത് ആരൊക്കെ കഴിക്കാൻ പാടില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രോട്ടീൻ ആയിക്കോട്ടെ, നല്ല കൊഴുപ്പുകളായ ഫാറ്റുകൾക്ക് അവരുടെ ഫങ്ഷൻ ചെയ്യാൻ ഈ കാർബ്സ് വേണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും അതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ പ്രോട്ടീൻസ് ആണ്. മുട്ട എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കംപ്ലീറ്റ് സോഴ്സാണ്. പ്രോട്ടീൻ നല്ലൊരു സോഴ്സാണ്. ഡയബറ്റീസ് ഉണ്ടെങ്കിലും നമുക്ക് പ്രോട്ടീൻസ് എടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ ഈ റെഡ് മീറ്റ് ഒക്കെ അമിതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ കലോറി കൂടും. വെയിറ്റ് ലോസിന് പ്രോട്ടീൻസ് നല്ലതാണെന്ന് കരുതിയിട്ട് ഒരുപാട് കഴിക്കാൻ പാടില്ല. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പലർക്കും അറിയുന്ന കാര്യങ്ങളാണ്, എന്നാലും നമുക്കത് കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ട് നോക്കാം. അത് ആരൊക്കെ കഴിക്കണം, അത് ആരൊക്കെ കഴിക്കാൻ പാടില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം, ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം കുറയ്ക്കണം, ഒട്ടും ഒഴിവാക്കണം എന്ന് പറയുന്നില്ല. കാരണം പ്രോട്ടീൻ ആയിക്കോട്ടെ, നല്ല കൊഴുപ്പുകളായ ഫാറ്റുകൾക്ക് അവരുടെ ഫങ്ഷൻ ചെയ്യാൻ ഈ കാർബ്സ് വേണം. കാർബ്സ് ഇല്ലെങ്കിൽ എന്തായിരിക്കും, ഈ പ്രോട്ടീൻസും ഫാറ്റൊക്കെ വല്ലാണ്ട് വിഘടനം സംഭവിക്കുകയും അത് നമ്മുടെ ബോഡിയിൽ ഒരു ഡെപ്പോസിറ്റായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ചെറിയ അളവിൽ ആര് വേണം, കാർബോഹൈഡ്രേറ്റ് വേണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും അതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങളെല്ലാവരും തന്നെ രാവിലത്തെ ആ ഒരു ഡയറ്റ് ഡേയിൽ രാവിലെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുട്ട വെച്ചിട്ടായിരിക്കാം. ഒട്ടുമിക്ക ആളുകളും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതാണ് മുട്ട. കാരണം മുട്ടയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. മുട്ട എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കംപ്ലീറ്റ് സോഴ്സാണ്. പ്രോട്ടീൻ നല്ലൊരു സോഴ്സാണ്. അതുപോലെ തന്നെ അതിനകത്ത് നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ ഞരമ്പുകൾക്കും ഒക്കെ അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ബയോട്ടിൻ പോലെയുള്ള വൈറ്റമിൻസ് ഒക്കെ അതിനകത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ മുട്ടയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. പിന്നെ മുട്ട കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് പേടിയുണ്ട്. മുട്ട എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമോ, അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ മുട്ട എടുത്താൽ പ്രശ്നമാകുമെന്ന്. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു 1-2 മുട്ടയൊക്കെ ഇപ്പം അവർക്ക് കാർഡിയോളജിസ്റ്റ് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അവരും സജസ്റ്റ് ചെയ്യുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനൊന്നും അവർ പറയാറില്ല. അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള കഴിക്കാം. മഞ്ഞയിൽ കുറച്ച് കൊഴുപ്പുള്ളത് കൊണ്ട് തന്നെ മഞ്ഞയൊന്ന് മാറ്റി നിർത്താൻ പറയാറുണ്ട്. പക്ഷേ വെയിറ്റ് ലോസ് സമയത്ത് ഈ ഒരു മുട്ട കാരണം നമ്മൾ ബാക്കി എല്ലാം തന്നെ ഒഴിവാക്കും. ഇപ്പോൾ അറ്റാക്ക് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചോറ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണമെന്നില്ല. നമ്മളെല്ലാം കഴിക്കുന്നുണ്ടായിരിക്കാം, അത് ലിമിറ്റഡ് ആയിട്ട് കഴിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുട്ടയുടെ മഞ്ഞൊന്ന് മാറ്റം ചെയ്തിട്ട് ആ വൈറ്റ് പോർഷൻ മാത്രം എടുക്കുന്നത്. പക്ഷേ ഇപ്പം നോർമലി വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ഈ മുട്ട കംപ്ലീറ്റ് ഒരു ഫുഡാണ്. കാരണം നമ്മളവിടെ കാപ്സൊക്കെ എത്രയോ കുറയ്ക്കുകയാണ്. നോർമലി കഴിക്കുന്ന പോലെയല്ല നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് മുട്ട എന്ന് പറയുന്നത് കംപ്ലീറ്റ് സോഴ്സ് തന്നെയാണ്. അപ്പോൾ 1-2 മുട്ട വെയിറ്റ് ലോസ് സമയത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ, വൈറ്റ് അല്ല ഫുൾ മുട്ട നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ അത് കഴിക്കേണ്ടത് ഒന്നെങ്കിൽ പുഴുങ്ങിയിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വെജിറ്റബിൾസും എല്ലാം തന്നെ കട്ട് ചെയ്തിട്ടിട്ട് നല്ലൊരു സ്പാനിഷ് എഗ് ഓംലേറ്റ് ആയിട്ട് കഴിക്കാം. അതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നല്ലൊരു ഫുൾനെസ് നിങ്ങളെ വയറിന് തരും. വയറൊക്കെ ഒന്ന് ഫുള്ളായി, അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിശക്കൂല. അതാണ്. അപ്പോൾ ഒരുപാട് വൈറ്റമിൻസ് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നല്ല ഗുണങ്ങളാണ് മുട്ട തരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്രോട്ടീൻസ് അതുപോലെ തന്നെ ചിക്കൻ, ബീഫ്, മട്ടൺ ഇതൊക്കെ പ്രോട്ടീനിൽ വരുന്നതാണ്. പനീറൊക്കെ വരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ, ഇപ്പോൾ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഫാറ്റി ലിവർ, അതായത് ഒരു 2 സ്റ്റേജൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിലോ നമുക്ക് ഈ റെഡ് മീറ്റ്സ് ഒന്നും അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെയാണെങ്കിൽ ചിക്കൻ കഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം, അതിൻ്റെ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കണം, എത്ര ഗ്രാം ചിക്കൻ ഒരു ദിവസം എടുക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിലൊക്കെ ഇതൊന്നും നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ലോസ് ആണ്. ഡയബറ്റീസ് ഉണ്ടെങ്കിലും നമുക്ക് പ്രോട്ടീൻസ് എടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ ഈ റെഡ് മീറ്റൊക്കെ അമിതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ കലോറി കൂടും. അപ്പോൾ അതും ലിമിറ്റഡ് ആയിട്ട് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണം. അപ്പം ഈ പ്രോട്ടീൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അസുഖങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് മാത്രം കഴിക്കുക. എൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് ലോസിന് പ്രോട്ടീൻസ് നല്ലതാണെന്ന് കരുതിയിട്ട് ഒരുപാട് കഴിക്കാൻ പാടില്ല. അത് ഒന്ന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അതിപ്പോൾ പാലായിക്കോട്ടെ, പാലുൽപ്പന്നങ്ങളുണ്ട്, പനീർ, ചീസ്, ബട്ടർ, അതൊക്കെ തന്നെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രമാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ 1 മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. 1 മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമുക്കറിയാം നല്ല കൊഴുപ്പുകൾ വേണമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നട്ട്സുകൾ കഴിക്കാനൊക്കെ പലരും നിങ്ങളോട് പറയാറുണ്ട്.
അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങൾ കഴിക്കുക, ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള മത്സ്യങ്ങൾ കഴിക്കാൻ പറയാറുണ്ട്. അപ്പോൾ നട്ട്സുകളൊക്കെ കഴിക്കുന്ന സമയത്തും അധികം എണ്ണം വേണ്ട, കുറേ എണ്ണം വേണ്ട. നമുക്ക് വയറ് നിറയാൻ വേണ്ടിയിട്ട് നട്ട്സ് കഴിക്കരുത്. ചില ആളുകളുടെ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മളൊരു 5 to 10 നട്ട്സ് ഒരു ദിവസം പറയും. അത് ഈ ഡയറ്റ് എടുക്കുന്ന ആളുകൾ. അല്ലാത്ത പക്ഷം ആളുകൾ ഇങ്ങനെ 10 നട്ട്സ് 15 നട്ട്സ് ഒന്നും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. അപ്പോൾ അത് 2 ഗ്യാപ്പ് 2 സമയമായിട്ട് നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നോക്കണം. അതുപോലെ തന്നെ ഈ ഫാറ്റിനകത്താണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കൊഴുപ്പിലും തന്നെ നല്ല കൊഴുപ്പും ചീത്ത കൊഴുപ്പും അടങ്ങിയിട്ടുള്ള ഫുഡുകളുണ്ട്. അതൊക്കെ റെഡ് മീറ്റ്സ് ഒക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത്. പിന്നെ സൺഫ്ലവർ ഓയിൽ കുക്ക് ചെയ്തിട്ട് കൂടുതൽ കഴിക്കാതിരിക്കുക. കൂടുതൽ സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ, കോൺ ഓയിലൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഉപയോഗം ഒന്ന് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണം ഡയറ്റ് എടുക്കുന്ന സമയത്ത്. പിന്നെ കൂടുതലും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ തന്നെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അത് ജ്യൂസ് ആക്കുന്നത് വലിയ മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇപ്പം പലർക്കും അത് അറിയുന്നൊരു കാര്യമാണ്. നമ്മൾ പറയുമ്പോൾ തന്നെ അവർ ജ്യൂസ് ആക്കാതെ കട്ട് ചെയ്തിട്ട് തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ അധികം മധുരം, അധികം പഴുക്കാൻ നിൽക്കേണ്ട ഒരു ഫ്രൂട്ട്സും ഒരു ആവറേജിൽ പഴുപ്പിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ചായ, കോഫിയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് പലരും ചോദിക്കാറുണ്ട്. ചായ, കോഫി ഒന്നും അധികം വേണ്ട, 1 or 2 ഓക്കെയാണ്. പിന്നെ നമ്മൾ ഈ പഞ്ചസാര ഇടുന്നതൊക്കെ വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ചായയും കോഫി അധികം വേണ്ട. ബ്ലാക്ക് കോഫി ആണെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ബ്ലാക്ക് കോഫി നിങ്ങൾക്ക് എടുക്കാം, മധുരമില്ലാതെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഗ്രീൻ ടീ അങ്ങനെയൊക്കെ നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താം. അത് ഗ്രീൻ ടീ മാത്രം കുടിച്ചാൽ അങ്ങ് വെയിറ്റ് അങ്ങ് കുറഞ്ഞു പോകും എന്നല്ല. പക്ഷേ നമ്മുടെ ശരീരത്തിനകത്ത് മെറ്റബോളിസമൊക്കെ ഒന്ന് കൂട്ടാനും ടോക്സിൻസൊക്കെ ഒന്ന് റിമൂവ് ആവാനൊക്കെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ്. വെള്ളം നന്നായിട്ട് കുടിക്കണം. ഈ പറഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്യാപ്പ് എടുത്ത് ഓരോ ഗ്ലാസ് വെള്ളമായിട്ട് സ്ഥിരമായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതും. അതുപോലെ തന്നെ ലിമിറ്റ് ചെയ്യേണ്ട ഫുഡുകളും ഇതൊക്കെ തന്നെയാണ്. അപ്പം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഹെൽത്തി മീറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നട്ട്സുകൾ ഉൾപ്പെടുത്താം, ചെറിയ മത്സ്യങ്ങൾ ഉൾപ്പെടുത്താം. ഇതൊക്കെ ഉപയോഗിക്കുക. ഓയിലൊക്കെ ശ്രദ്ധിക്കുക യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്കൊരു വെയിറ്റ് ലോസ് വേണം, ഒരു കൺസൾട്ടേഷൻ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.